ഹായ് ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഈ കമൻസിൽ ചോദിച്ചായിരുന്നു, ഈ മെലിഞ്ഞിട്ട് സ്ലിം ആണ്, പക്ഷേ എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മീൻസ് ഞാൻ അങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് ഞാൻ തീരെ മെലിഞ്ഞിട്ടാണ്, അപ്പോൾ പിന്നെ PCOD എങ്ങനെ അത് നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഒത്തിരി പേര്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്താണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം താഴെ കാണുന്ന ബെൽ ബട്ടനോട് വന്ന് നമുക്ക് ഓക്കെ. ഈ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒത്തിരി വീഡിയോ മുന്നേ തന്നെ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഞാൻ പറയുന്നു, മീൻസ് നിങ്ങളുടെ ഒരു അവസ്ഥയാണ്, അല്ല വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അസുഖമോ കാര്യമൊന്നും അല്ല. ഇത് ജസ്റ്റ് ഒരു അവസ്ഥയാണ്. അത് മെയിൽ ഹോർമോണിന്റെ അളവ് ബോഡിയിൽ കൂടുന്നത് കൊണ്ട് വരുന്നതാണ്. ഇപ്പം ചിലർക്ക് തടി ഉണ്ടാവും, നല്ലപോലെ തടിച്ചു വരും, ചിലർ നല്ല ഉണങ്ങിയായിട്ടിരിക്കും, മീൻസ് മെലിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന് എന്ത് ചെയ്യാം? ഇതിന് മെയിനായിട്ട് ചെയ്യേണ്ടത്, മെലിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഇതിന് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്, അന്നജം അടങ്ങിയിരിക്കുന്ന ആഹാരം കുറയ്ക്കുക, മാക്സിമം നല്ല രീതിയിൽ കുറയ്ക്കുക. അതിന് പകരമായി പ്രോട്ടീൻ കണ്ടന്റ്, മുട്ട, പാല്, ചിക്കൻ മീൻസ് വറുത്തതല്ല, അല്ലാതെ കറി വെച്ച ചിക്കനെ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ചിക്കൻ ബ്രസ്റ്റ് പീസിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ടുണ്ട്. ചിക്കൻ പീസ് നല്ല ബ്രസ്റ്റ് പീസോ, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, തവിടടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ്, ഇലക്കറികൾ, ചീര പോലുള്ള ഇലക്കറികൾ, അങ്ങനെയുള്ള സാധനങ്ങൾ ധാരാളമായിട്ട് കൂടുതലായിട്ട് കഴിക്കുക. ചോറ് ഒഴിവാക്കുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. ഇതാണ് ഫുഡിന്റെ കാര്യത്തിൽ മെയിനായിട്ടും ചെയ്യേണ്ടത്. പിന്നെ ഒപ്പം എക്സസൈസ് കമ്പൾസറി ആയിട്ടും ചെയ്യണം. എക്സസൈസ് ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഹോർമോണിന്റെ അളവ് ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം, എക്സസൈസ് തന്നെ വേണം. നിങ്ങൾ കൂടുതലൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ കാർഡിയോ വർക്കൗട്ടിന് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞ് ചെയ്യാൻ നോക്കുക. ഇല്ല, പറ്റുന്നില്ല, എനിക്ക് സമയമില്ല, മീൻസ് എന്താ ഓഫീസിൽ പോകണം, ഒട്ടും ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഈവനിങ് വന്നിട്ടോ അല്ലെങ്കിൽ രാവിലെ ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂറെങ്കിലും നടത്താം. നല്ല കൈ വീശി നല്ലതുപോലെ നടക്കുക. ഇല്ല, കാർഡിയോ വർക്കൗട്ട്, ഓട്ടോ, മറ്റുള്ള വീട്ടിൽ ഹോം എക്സസൈസ് കാര്യങ്ങളും ആണെങ്കിൽ ഞാൻ ഓൾറെഡി തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്, കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളും കാര്യങ്ങളും. അതങ്ങനെ ചെയ്യുക. ഇങ്ങനെയുള്ളവരിൽ മെയിനായിട്ട് പിന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഹെയർ ഗ്രോത്ത് അധികമായിട്ട്, താടി, മീശ, ഹെയർ ഗ്രോത്ത്, നമ്മുടെ കൈറ്റിന്റെ സൈഡിൽ കറുപ്പ്, അമിതമായ വണ്ണം, ചിലർ മെലിഞ്ഞു വരുന്നു. ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് സിംറ്റംസ് വരുന്നത് കൂടുതലായിട്ടും. ഇതിന് വേറെ ഒരു പരിഹാരവും ഇല്ല. ടാബ്ലറ്റ്, നിങ്ങളിപ്പോൾ ടാബ്ലറ്റ് കഴിച്ചു, ഡോക്ടറെ കണ്ട് ഇപ്പം പീരീഡ്സ് കറക്റ്റായിട്ട് റെഗുലറായിട്ട് ആവുന്നില്ല, അപ്പോൾ ടാബ്ലറ്റ് എഴുതി തരും. ടാബ്ലറ്റ് എഴുതി തന്ന് ടാബ്ലറ്റ് കഴിച്ച് നിങ്ങൾ ഒരു 2 വീക്സിനകത്ത് പീരീഡ്സ് ആവും. പക്ഷേ വീണ്ടും അടുത്ത പീരീഡ്സ് ആവണമെങ്കിൽ കൂടുതൽ, അതായത് കുറഞ്ഞത് ഒരു 45-60 ഡേയ്സ്, 90 ഡേയ്സ്, അങ്ങനെ ഒത്തിരി നീണ്ടു പോകുന്നവരുണ്ടാവും ഒത്തിരി പേര്. അപ്പം അത് ഒഴിവാക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ഒരു 45 ഡേയ്സ് നിങ്ങൾ ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. ഒരു സൈഡ് എഫക്റ്റും വേണ്ട. ടാബ്ലറ്റ് കഴിച്ചൊന്നുമുണ്ടോ വേറെ എന്തെങ്കിലും കഴിച്ചു, ആഹാരവും എക്സസൈസും മാത്രം കൺട്രോൾ ചെയ്ത് ഈ സംഭവം മാറ്റിയെടുക്കാൻ പറ്റും. ഫുള്ളായിട്ട് ഉറപ്പായിട്ട് ഞാൻ പറയുന്നത്. ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയതിന്റെ ഇതിലാണ് പറയുന്നത്. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, മീൻസ് പ്രഗ്നൻസിക്ക് നോക്കുന്നുണ്ട്, അപ്പം ആ സമയത്ത് ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ്, അങ്ങനെ നോക്കുന്നവർ എക്സസൈസും കാര്യങ്ങളും കൂടെ നോക്കുക. അപ്പോൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എടുക്കുക. ഇല്ലെങ്കിൽ ഫോളിക് ആസിഡ് അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അത് മീന്, പിന്നെ ഇലക്കറികൾ, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ളതാണ് കൂടുതലായിട്ട് ഫോളിക് ആസിഡ് അടങ്ങിയ ആഹാരമായിട്ട് വരുന്നത്. അങ്ങനെയുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ ഇതിന് ബെസ്റ്റ് ടൈം എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 to 16 ഡേയ്സ് ആയിരിക്കും ബെസ്റ്റ് ടൈം. നമ്മൾ പീരീഡ്സ് കഴിഞ്ഞ് 10 to 16 ഡേയ്സിനായിരിക്കും ബെസ്റ്റ് ടൈം. മീൻസ് ഓവലേഷൻ നടക്കുന്ന ടൈം ആയിരിക്കും. ആ സമയത്തായിരിക്കും നല്ലതായിരിക്കും. മീൻസ് കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് നല്ല സമയം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നും തന്നെയല്ല, പേടിക്കാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ല. പലരും പല ബുദ്ധിമുട്ടുകളും, വീട്ടിൽ തന്നെ പല പ്രശ്നങ്ങളും, എന്താ പറയുക, മാനസികപരമായി ബുദ്ധിമുട്ടുന്നവർ ഒത്തിരി പേരുണ്ടാവും. കാരണം വീട്ടുകാരുടെ സൈഡിൽ നിന്നും മറ്റുള്ളവരുടെ സൈഡിൽ നിന്നും ചോദ്യവും കാര്യങ്ങളും ആയിട്ട് ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. അപ്പോൾ വിചാരിക്കുക ഒന്നും തന്നെ ഇല്ല, പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട ഒന്നും തന്നെ ഇല്ല. ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ PCOD 2 ഓവറീസിനകത്തും കാണും. അപ്പോൾ ചില ഡോക്ടർ പറയും IUI ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. നോക്കുക, അതും നോക്കുക, അതിനോടൊപ്പം നോർമലി തന്നെ നോക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പം ഏറ്റവും ബെസ്റ്റ് എക്സസൈസും ഫുഡും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതിന് റിപ്ലൈ തരുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.